യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാത്രിയിൽ വന്ദനം അറിയിക്കുന്നു. Greetings to you all in the name of our Lord and Savior Jesus Christ, who is coming soon to receive his glorious church. ഇന്ന് രാത്രിയുടെ വേളയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിലെ അവസാനത്തെ ആഴ്ചവട്ടം, the 70th week of the book of prophecy of Daniel. ദാനിയേൽ പ്രവചനത്തിലെ 70ാം ആഴ്ചവട്ടം എന്നുള്ള വിഷയമാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായത്. ഇന്ന് 70ാം ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ച് ചില വിഷയങ്ങൾ ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ഇന്ന് രാത്രി ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി ചിന്തിക്കുന്നത് ആരാണ് ആന്റി ക്രൈസ്റ്റ്? ഹൂ വിൽ ബി ദ ആന്റി ക്രൈസ്റ്റ്? അതിന് ദൈവവചനത്തിൽ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാറുണ്ട്. പൗലോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 2 തെസ്സലോനിക്ക ലേഖനം എഴുതിയപ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അതിപ്രധാനമായ 2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 2 Thessalonians chapter 2 verses 3, 4, 7 and 8. ഇത്തരം വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3, 4, 7, 8 വാക്യങ്ങൾ വായിക്കും. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമോ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. 7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അങ്ങനെ അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അപ്പോ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം എഴുതിയപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആന്റി ക്രൈസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിൽ ഡയറക്റ്റ് ആന്റി ക്രൈസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ ലേഖനത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും the word antichrist is used in the Bible. ബൈബിളില് there is only 2 verses where the word antichrist is used. In the 2nd and 3rd epistle of John. യോഹന്നാൻ എഴുതിയ 2ഉം 3ഉം ലേഖനങ്ങളിൽ മാത്രം 2 വാക്യങ്ങളിലായി the word antichrist എന്ന പ്രത്യേകം എടുത്തു പറഞ്ഞുണ്ട്. എതിർ ക്രിസ്തു എന്ന വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആകെ ഈ ഭാഗത്താണ്. എവിടെ? യോഹന്നാന്റെ ലേഖനം 2, 3 ലേഖനങ്ങളിൽ 2-ലും ഉണ്ട് 3-ലും ഉണ്ട്. 2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്കായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ യോഹന്നാന്റെ ലേഖനം
ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. ഉപദേശത്തിൽ നിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അതിന്റെ രണ്ടാം ലേഖനത്തിന്റെ 7-ാം വാക്യം, യോഹന്നാന്റെ രണ്ടാമത്തെ ലേഖനം അതിൽ 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഈ ഒരൊറ്റ വാക്യം മാത്രമാണ് പരോക്ഷമായി ആന്റി ക്രൈസ്റ്റ് എന്ന വേർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് സൺ ഓഫ് പ്രഡിക്ഷൻ, അധർമ്മമൂർത്തി, ദ മാൻ ഓഫ് ലോലെസ്നെസ്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി ആരായിരിക്കും? എവിടെ നിന്ന് ഈ വ്യക്തി വരും, പുറപ്പെട്ടു വരും? ഇദ്ദേഹം ആരായിരിക്കും എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ പൗലോസ് വായിച്ചു, ആദ്യമോ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യൻ എന്നത്, let me read in English, 2 Thessalonians let no man deceive you by any means, for that day shall not come, except there came a falling away first, and the men of sin be revealed. The men of sin, നാശയോഗ്യൻ എന്നുള്ളതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് the man of sin be revealed, the son of prediction. രണ്ട് വാക്കുകൾ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. The man of sin be revealed and the son of prediction. ഇത് 3-ാം വാക്യത്തിൽ. 4-ാം വാക്യത്തിൽ പറയുന്നത് ഈ ഒരു വാക്യമാണ്. 3-ാം വാക്യത്തിൽ ആണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്നോ നടിച്ച് ദൈവം എന്നോ പൂജാവിഷമോ എന്ന പേരുള്ള സകലത്തിനും ഇത് തന്നെത്താൻ ഉയർത്തുന്ന വ്യക്തിയായിരിക്കും ഇവൻ. ഇതിനെക്കുറിച്ച് പരോക്ഷമായി പ്രത്യക്ഷമായി ചില തെളിവുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ വാക്യം മാത്രമാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് 2 യോഹന്നാന്റെ ലേഖനത്തിൽ 2 ജോൺ അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, for many deceivers are entered into the world, who confess not that Jesus Christ is come in the flesh. This is a deceiver and an antichrist. അപ്പോ ഈ ഒരൊറ്റ വാക്ക് മാത്രമാണ് ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് മീൻസ്, വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിനെ എതിർക്കുന്നവൻ.
ക്രിസ്തുവിന്റെ ഉപദേശത്തെ അംഗീകരിക്കാത്തവൻ. ആന്റി ക്രൈസ്റ്റ് ആരായിരിക്കും? ആന്റി ക്രൈസ്റ്റ് is a person who opposes Christ and pretending that he is the savior of the world. യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്നത് പോലെ ആന്റി ക്രൈസ്റ്റ് will be pretending as the savior of the world. ആന്റി ക്രൈസ്റ്റ് അഭിനയിച്ച് ആക്ട് ചെയ്ത് കാണിക്കും അദ്ദേഹം ഈ ലോകത്തെ രക്ഷിക്കാനുള്ള ഏക മനുഷ്യൻ താനായിരിക്കുമെന്ന് അദ്ദേഹം ആക്ട് ചെയ്യും. പല കാര്യങ്ങള് ഇതിനുള്ള ബന്ധത്തിലുണ്ട്. ആന്റി ക്രൈസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഒപ്പോസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ എതിർക്കുന്ന വ്യക്തി. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. 2, യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ലോകത്തിൽ യാഗമാകാൻ വന്ന ദൈവപുത്രൻ. അപ്പോ സേവിയർ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ രക്ഷിതാവാണല്ലോ യേശു ക്രിസ്തു. നമ്മള് ലൂക്കോസ് സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച്, യേശുവിന്റെ ജനനത്തെ കുറിച്ച് തന്നെ പറയുമ്പോ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ തന്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങൾ രക്ഷിക്കേണ്ടതുകൊണ്ട് അവന് യേശു എന്ന് പേരിടുകയും, ലോകത്തെ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടുകയും. അപ്പോ ജീസസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദ സേവിയർ ഓഫ് ദ വേൾഡ്. അപ്പോ യേശുവിനെ എതിർക്കുന്നവനാണ് ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് എവിടെ നിന്ന് വരും? വചനത്തിൽ എവിടെയെങ്കിലും തെളിവുണ്ടോ? ആന്റി ക്രൈസ്റ്റ് ഈസ് described as a Jew from the tribe of Dan and was born in Babylon. ശ്രദ്ധിക്കുക, ദാൻ ഗോത്രത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതായ ഒരു യഹൂദനായിരിക്കും ആന്റി ക്രൈസ്റ്റ്. And he was born in the territory of Babylon. അതിനെന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾ ചോദിക്കപ്പോ? ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനൊരു തെളിവുണ്ട്. ദാനിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഒരു തെളിവ് ഞാൻ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി ചാപ്റ്റർ 49 49 അധ്യായത്തിൽ യാക്കോബ് തന്റെ 12 മക്കളെ കുറിച്ച് ചില വിവരണങ്ങൾ പറയുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം വാക്യം മുതൽ തന്നെ യാക്കോബ് തന്റെ 12 മക്കളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാൻ എന്നൊരു ഇസ്രായേലിയ ഗോത്രം പോലെ സ്വന്തം ജനത്തിന് ന്യായപാലനം ചെയ്യും. അടുത്ത ശ്രദ്ധിച്ചോണം, ദാൻ ഒരു സർപ്പം വഴിയിൽ പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. ദാൻ വഴിയിൽ പാമ്പും പാതയിൽ ഒരു സർപ്പമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. ശ്രദ്ധിക്കണേ, ദാനിനെ കുറിച്ച് യാക്കോബ് പറഞ്ഞപ്പോ യാക്കോബ് പറയുകയാണ്, ദാൻ ഏതൊരു ഇസ്രായേൽ ഗോത്രം പോലെയും സ്വന്തം ജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിൽ ഒരു പാമ്പ്, പാതയിൽ ഒരു സർപ്പം. അപ്പോ ഒന്നും കൂടി ഞാൻ പറയട്ടെ, ദൈവിക തൃത്വം, we believe in triune God. We Christians believe in the Trinity of God. അതില് God Trinity, Yahweh is the Father and the creator of everything. Yahweh, the first person. Second personality, Jesus Christ, is the Savior of the world, the Son of God and the Son of Man. മൂന്നാമത്തെ പേഴ്സൺ ആണ് ട്രിനിറ്റിയിലെ, ദൈവിക ട്രിനിറ്റിയിലെ മൂന്നാമത്തെ പേഴ്സൺ, ഹോളി സ്പിരിറ്റ്, the counselor coming from God the Father, who proceeds from the Father.
പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ സ്തുതിക്കപ്പെടുന്നവൻ ആയ പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ്? പരിശുദ്ധാത്മാവാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നത്. നമ്മളെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് ദൈവസഭയെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് പുത്രനായ യേശുക്രിസ്തുവിനോട് ചേർന്ന് വസിക്കുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിച്ച് സ്തുതിക്കപ്പെടുന്നവനും വന്ദിക്കപ്പെടുന്നവനുമാണ്. അപ്പം പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തന്റെ മണവാളനായ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ മണവാട്ടിയെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ജോലിയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. എന്ന് പറഞ്ഞതുപോലെ പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഗോഡ് ലീഡ് ട്രിനിറ്റി, the triune God, ത്രിത്വ ട്രിനിറ്റി ഇൻ വൺ എന്നുള്ള വിശ്വാസം is a Christian, basically Christian faith. അതിൽ God the Yahweh, the creator of everything, second person Jesus Christ, the Son of God, the Son of Man, who came to die for all the humanity. മാനവജാതിക്ക് വേണ്ടി യാഗമായി തീരുവാൻ കടന്നു വന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു, ദ സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ഇൻ ട്രിനിറ്റി, ട്രിനിറ്റിയിലെ മൂന്നാമത്തെ പേഴ്സൺ, ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിന്റെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് നമ്മളെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ്, the Holy Spirit, is preparing the Holy Church to meet its bridegroom. പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ട് മണവാളനായ ക്രിസ്തുവിനെ എതിരേൽക്കാൻ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കുന്നു. അപ്പൊ ദൈവിക ട്രിനിറ്റിയിൽ മൂന്ന് ട്രിനിറ്റിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. God the Father, Yahweh, the creator of everything. Second person in the Trinity, Jesus Christ, the Savior of the world. Third person in the Trinity, Holy Spirit. എന്നതുപോലെ സാത്താനികവും തൃത്വമുണ്ട്. There is Trinity in Satanic Trinity also. സാത്താനിക തൃത്വം അതാരൊക്കെയാ? അതില് പഴയ പാമ്പായ സാത്താൻ ഒന്ന്. പഴയ പാമ്പായ സാത്താൻ, who was in the garden of Eden, ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ചതിച്ചതായ പഴയ പാമ്പായ സാത്താൻ ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള് ആന്റി ക്രൈസ്റ്റ്, who opposes Christ, Jesus Christ, who opposes Jesus Christ. മൂന്നാമത്തെ ആള് the false prophet. ഈ ഫാൾസ് പ്രോഫറ്റിന്റെ പരിപാടി എന്താണ്? അദ്ദേഹം ആന്റി ക്രൈസ്റ്റിന് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ ശക്തി നൽകുന്നു. ആന്റി ക്രൈസ്റ്റിനെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം സ്പിരിറ്റ് ആണ് ദ ഫോൾസ് പ്രോഫറ്റ്. അപ്പോ ദൈവിക തൃത്വം ഉള്ളതുപോലെ തന്നെ സാത്താനിക തൃത്വം ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവിക തൃത്വത്തിൽ മൂന്ന് പേഴ്സൺ, 3 in 1. അതാണ് ഗോഡ് ലീഡ് ട്രിനിറ്റി. ഫാദർ ഗോഡ്, ഫാദർ യാഹ്വേ, the creator of everything. Jesus Christ, the Son of God, the Son of Man, and the Savior of the world. Holy Spirit, the counselor and guider
and preparer of the church of God. നമുക്ക് മനസ്സിലാകാൻ ഒരിക്കൽ കൂടെ ഞാനത് പറയാം. പിതാവായ ദൈവം, യഹോവയായ ദൈവം, സകലത്തിന്റെയും സൃഷ്ടിതാവ്, പുത്രനായ യേശു ക്രിസ്തു മനുഷ്യപുത്രൻ, ലോകത്തിന്റെ രക്ഷിതാവ്, ദൈവപുത്രൻ, 3 പേരുകളാൽ പുത്രനായ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നു. മൂന്നാമത്തെ പേഴ്സൺ അത് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ദ കൗൺസിലർ, നമ്മളെ കൗൺസിൽ ചെയ്യുന്ന കാര്യസ്ഥൻ, മലയാളത്തിൽ പറയുന്ന കാര്യസ്ഥൻ എന്നാണ്. കാര്യസ്ഥൻ. 2, ദൈവസഭയെ ഒരുക്കുന്നവൻ. ദൈവസഭയെ ഒരുക്കുക. എന്തിനു വേണ്ടി? തന്റെ മണവാളനായ ക്രിസ്തുവിന് വേണ്ടി ദൈവസഭയെ ഈ ഭൂമിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സെയിം ടു സെയിം നമുക്ക് സാത്താനിക തൃത്വത്തെയും കാണുവാൻ സാധിക്കും. ഈ സാത്താനിക തൃത്വത്തിൽ ഒന്ന് പഴയ പാമ്പായ സാത്താൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആ ഭാഗം കാണും. 2 ആന്റി ക്രൈസ്റ്റ്, അതായത് എതിർ ക്രിസ്തു. 3 കള്ളപ്രവാചകൻ, അവിടെയും തൃത്വം വരികയാണ്. മനസ്സിലായോ? 1 പഴയ പാമ്പായ സാത്താൻ. അതിന് പൗലോസ് പറയുന്നു, സാത്താൻ ഹവ്വായെ ചതിച്ചതുപോലെ ഉപായത്താൽ നിങ്ങൾ ചതിക്കപ്പെടുമോ എന്ന് പൗലോസ് പറയുന്നത് കൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് പഴയ പാമ്പായ സാത്താൻ 1. 2 ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. ക്രിസ്തുവിനെ എതിർത്ത് ലോകരക്ഷിതാവായി ക്രിസ്തു വന്നതുപോലെ യേശുവിനെ പോലെ ഈ ലോകത്തെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുവാൻ പോകുന്ന ഒരു ലോക നേതാവാണ് ആന്റി ക്രൈസ്റ്റ്. അപ്പോ മൂന്നാമത്തേത് ദ ഫോൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകൻ. ഇവന്റെ പണി എന്താണെന്നറിയാമോ? കള്ളപ്രവാചകൻ ആന്റി ക്രൈസ്റ്റിനെ അത്ഭുതങ്ങൾ കാണിക്കുവാൻ ശക്തീകരിക്കുകയും ആന്റി ക്രൈസ്റ്റിനെ ഗൈഡ് ചെയ്യുന്നതുമായ ഒരാത്മാവാണ് കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞു. സാത്താനെയും ആന്റി ക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനെയും യേശു കർത്താവ് തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയുകയും ഇവരെ 3 പേരെയും പിടിച്ച് കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുകയും ചെയ്യുമെന്ന് വെളിപ്പാടിന്റെ അവസാന അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ദൈവിക തൃത്വമുള്ളതുപോലെ തന്നെ സാത്താനും തൃത്വമുണ്ട്. 1 പിശാച്, ദ ഓൾഡ് സർപ്പൻ, ദ സൈറ്റാൻ. 2 ആന്റി ക്രൈസ്റ്റ്. 3 ഫോൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകൻ. അപ്പം ആരായിരിക്കും ആന്റി ക്രൈസ്റ്റ്? ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ who opposes Christ and pretending as the savior of the world. ലോകത്തെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു നേതാവായിട്ടായിരിക്കും ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ആന്റി ക്രൈസ്റ്റ് ഈസ് ഫ്രം എ ജൂയിഷ് ട്രൈബ്. യഹൂദന്മാരുടെ ഗോത്രങ്ങളിൽ നിന്ന് ജനിച്ചതായ ഒരു വ്യക്തിയാണ്. ഈസ് എ ജൂ, he will be a Jew born in the tribe of Dan. ദാൻ ഗോത്രത്തിൽ ജനിക്കപ്പെടുന്ന, ബാബിലോണിൽ ജനിച്ചിരിക്കുന്നതായ ഒരു യഹൂദ പ്രവാസികളിൽ ഒരുവനാണ് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുവാൻ കഴിയും. കാരണം ദാൻ പാതയിൽ വഴിയിൽ സർപ്പം, ദാൻ വഴിയിൽ സർപ്പം. ശ്രദ്ധിക്കണേ, ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം, ദാൻ വഴിയിൽ പാമ്പും പാതയിൽ ഒരു സർപ്പമാകും. മനസ്സിലായത് നിങ്ങൾക്കല്ലോ? ദാൻ വഴിയിൽ പാമ്പ്, പാതയിൽ അവൻ സർപ്പം. എന്നുവെച്ചാൽ പഴയ പാമ്പായ സാത്താൻ, ദ ഓൾഡ് സർപ്പന്റ്.
ഫസ്റ്റ് പേഴ്സൺ ഇൻ ദി സാറ്റാനിക് ട്രിനിറ്റി, the old serpent. Second person in the satanic trinity, Antichrist. ക്രിസ്തുവിനെ എതിർക്കുന്ന, ക്രിസ്തു ചെയ്തതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുന്ന, ക്രിസ്തുവിനെ പോലെ ലോകരക്ഷിതാവാണ്, എന്നെ കൊണ്ട് മാത്രമേ ലോകത്തെ രക്ഷിപ്പാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു നേതാവ്. 3, the false prophet, കള്ളപ്രവാചകൻ. അങ്ങനെ 3 കാര്യങ്ങൾ സൈറ്റാനിക ട്രിനിറ്റിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദ ആന്റിക്രൈസ്റ്റ് ഈസ് എ ജൂ ബോൺ ഫ്രം ദാൻസ് ട്രൈബ്. ദാനിന്റെ ഗോത്രത്തിൽ നിന്ന് ജനിച്ചതായ ഒരു യഹൂദനാണ്. അടുത്തത്, ആന്റിക്രൈസ്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ person who denies that Jesus Christ is the Son of God. Antichrist എന്ന് പറയുന്ന വ്യക്തി യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളതിനെ എതിർക്കുന്ന വ്യക്തിയായി. And the Messiah of the people of Israel, യഹൂദന്മാരുടെ വീണ്ടെടുപ്പുകാരനായ, യഹൂദന്മാരുടെ മശിക എന്നുള്ള ആ ഭാഗത്തെ എതിർക്കുന്ന വ്യക്തിയാണ് ആന്റിക്രൈസ്റ്റ്. അപ്പൊ ആന്റിക്രൈസ്റ്റ് എന്നുള്ള വ്യക്തി അവനൊരു വ്യക്തിയാണ്. അവൻ യേശുക്രിസ്തുവിന്റെ, യേശു ദൈവപുത്രനാണെന്നുള്ള ആ ഭാഗം പൂർണ്ണമായി തള്ളിക്കളയുകയും യേശു യഹൂദന്റെ വീണ്ടെടുപ്പുകാരൻ, യഹൂദന്റെ ലോകത്തിന്റെ രക്ഷിതാവായി വെളിപ്പെടുവാൻ പോകുന്ന മശിക ആണെന്നുള്ള കൺസെപ്റ്റിനെ എതിർക്കുന്ന വ്യക്തിയായിരിക്കും ആന്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാന് ദൈവിക തൃത്വത്തെ കുറിച്ചും സാത്താനിക തൃത്വത്തെ കുറിച്ചും ഓർമ്മിക്കുവാൻ ഇടയായി. അപ്പോ 3 കാര്യങ്ങൾ ഞാൻ ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. 1, ആന്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ എതിർക്കുന്നവൻ. 2, ആന്റിക്രൈസ്റ്റ് എവിടെ ജയിക്കും എന്നുള്ളതിന് ഉത്തരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ദാൻ ഗോത്രത്തിൽ നിന്ന് ജനിക്കുന്ന വ്യക്തിയായിരിക്കും ആന്റിക്രൈസ്റ്റ്. കാരണം ദാൻ വഴിയിൽ പാമ്പും പാതയിൽ അവൻ സർപ്പമാണെന്ന് യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ദാൻ ഗോത്രത്തിൽ ബാബിലോണിൽ ജനിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അത് അങ്ങനെ ആ കാര്യം അവിടെ വിടുന്നു. 3, യേശു ദൈവപുത്രനാണെന്ന് എതിർക്കുന്ന ഒരു ഉപദേശമുള്ളവനായിരിക്കും ആന്റിക്രൈസ്റ്റ്. അടുത്തത്, യഹൂദന്മാരുടെ മശിക എന്നുള്ള കൺസെപ്റ്റിനെ കംപ്ലീറ്റ്ലി എതിർക്കുന്ന വ്യക്തിയായിരിക്കും ആന്റിക്രൈസ്റ്റ്. അപ്പൊ 3 കാര്യങ്ങൾ ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അടുത്തൊരു കാര്യം, ഇനി ആരായിട്ടായിരിക്കും ആന്റിക്രൈസ്റ്റ് ലോകത്തിൽ വരുന്നത്? 1, he will be a political, religious and spiritual leader in the coming world. വരുവാൻ പോകുന്ന ലോകത്തില് രാഷ്ട്രീയപരമായും മതപരമായും ആത്മീയപരമായും ഒരുപോലെ നടത്തുവാൻ കഴിയുന്ന അതിസമർത്ഥനായ ഒരു ഭരണാധികാരിയായിരിക്കും ആന്റിക്രൈസ്റ്റ്. ശ്രദ്ധിക്കുക, ആന്റിക്രൈസ്റ്റ്, ഇനി വരാൻ പോകുന്ന ആന്റിക്രൈസ്റ്റ്, he is a political leader, he is a religious leader, he is a spiritual leader. Political, religious and spiritual leader. 3 ഗുണങ്ങൾ ഉണ്ടാവുക മനുഷ്യൻ ആന്റിക്രൈസ്റ്റ്. പൊളിറ്റിക്കൽ, ആഗോളപരമായി വരാൻ പോകുന്ന നേതാവ്, എല്ലാവർക്കും മാന്യനായ, എല്ലാവരാലും സമ്മതനായ ഒരു നേതാവായിരിക്കും ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ആന്റിക്രൈസ്റ്റ് വരുന്ന കാലഘട്ടം
എപ്പോഴായിരിക്കും എന്ന് കൂടെ നാം ചിന്തിക്കണം. ഞാൻ പറഞ്ഞ ആന്റിക്രൈസ്റ്റ് ക്രിസ്തുവിനെ എതിർക്കുന്നവൻ, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് എതിർക്കുന്നവൻ, യേശുക്രിസ്തു യഹൂദന്മാരുടെ മശികയാണെന്ന് എതിർക്കുന്നവൻ, അവനാണ് ആന്റിക്രൈസ്റ്റ്. ആന്റിക്രൈസ്റ്റ് ദാൻ ഗോത്രത്തിൽ ബാബിലോണിൽ ജനിച്ചിരിക്കും എന്നും ദൈവവചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയും. ദാൻ വഴിയിൽ പാമ്പും പാതയിൽ സർപ്പവും എന്ന് യാക്കോബ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ആന്റിക്രൈസ്റ്റ് ദാൻ ഗോത്രത്തിൽ ജനിക്കുന്ന വ്യക്തിയായിരിക്കും. കാരണം ഒരു യഹൂദന് മാത്രമേ യഹൂദ ജാതിയെ അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഒരു യഹൂദന് മാത്രമേ ലോകരാജ്യത്തെ ഒന്നിച്ചു ഭരിക്കാൻ കഴിയത്തുള്ളൂ. അടുത്തത്, the one who conquers the city of Jerusalem, he will be the world ruler. യെരുശലേമിനെ കീഴടക്കുന്നവൻ ലോകരാജ്യങ്ങളെ ഭരിക്കും എന്നാണ് ആന്റിക്രൈസ്റ്റിന്റെ ചിന്താഗതി. ചിന്തിക്കുക, ആന്റിക്രൈസ്റ്റ് പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ലീഡർ. രാഷ്ട്രീയപരമായും മതപരമായും ആത്മീയമായും ഉള്ള ഒരു ലീഡർ ആയിരിക്കും ആന്റിക്രൈസ്റ്റ്. ആന്റിക്രൈസ്റ്റ് വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? കോമൺ ആയിട്ട് സംഭവിക്കുന്നതായ ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, there will be a common language. Common language. English will be accepted as the universal language. English universal language ആയി സാർവത്രിക ഭാഷയായി അംഗീകരിക്കപ്പെടും. രണ്ട്, ഒരു കോമൺ കറൻസി ഉണ്ടായിരിക്കും. കോമൺ കറൻസി, അത് യൂറോ ആയിരിക്കും. യൂറോ. ബിക്കോസ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആന്റിക്രൈസ്റ്റ് വിൽ ബി ദ ലീഡർ ഓഫ് ദി യൂറോപ്യൻ കോമൺവെൽത്ത് ഫെഡറേഷൻ. യൂറോപ്യൻ കോമൺവെൽത്ത് ഫെഡറേഷന്റെ നേതാവായി പുറപ്പെട്ടു വരുവാനുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും ആന്റിക്രൈസ്റ്റ്. അങ്ങനെ വരുമ്പോൾ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന യൂറോ എന്ന് പറഞ്ഞ കറൻസി, ദ കോമൺ ലാംഗ്വേജ്, there will be a common language. ആ ലാംഗ്വേജ്, one language, English, one currency, euro, common culture, the Hellenistic culture or the Greek culture. പിന്നെ അടുത്തത്, ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. കോമൺ സീൽ എന്താണെന്നറിയാമോ? 666, the seal of the Antichrist. മൃഗത്തിന്റെ മുദ്ര. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് ആ ഭാഗം ചിന്തിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ പറഞ്ഞ 4 കോമൺ കാര്യങ്ങളായിട്ട് സംഭവിക്കും. ഒന്ന്, ഒരു ഭാഷ ഉണ്ടാകും, ദ കോമൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്, യൂണിവേഴ്സൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ലാംഗ്വേജ്. രണ്ട്, ഒരു കോമൺ കറൻസി ഉണ്ടായിരിക്കും. അത് ഇറ്റ് വിൽ ബി യൂറോ. ബിക്കോസ് ഇതിന്റെ കാരണം ആന്റിക്രൈസ്റ്റ് ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത് യൂറോപ്യൻ കോമൺവെൽത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റായി അവതരിച്ചുകൊണ്ടായിരിക്കും. വരുവാൻ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന യൂറോപ്യൻ കോമൺവെൽത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു ഫെഡറേഷൻ ഉണ്ട്. ആ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ടായിരിക്കും ലോകത്തിലേക്ക് ആന്റിക്രൈസ്റ്റ് കാലെടുത്ത് വെക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് യൂറോപ്യൻ കോമൺവെൽത്ത് ഫെഡറേഷൻ അംഗീകരിച്ചിരിക്കുന്ന നാണയമാണ് യൂറോ. അത് ആയിരിക്കും ലോകത്തിൽ നിലനിൽക്കുന്ന, അന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന നാണയം.
അടുത്തത് ഒരു കോമൺ കൾച്ചർ ഉണ്ടായിരിക്കും. ആ കൾച്ചർ ദ ഹെലനിസ്റ്റിക് കൾച്ചർ. ഹെലനിസ്റ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് കൾച്ചർ. അടുത്തത് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. കോമൺ സീൽ, ഒരു മുദ്ര. ഈ കോമൺ സീൽ ഇല്ലാതെ ആർക്കും വാങ്ങുവാനോ ആർക്കും വിൽക്കുവാനോ സാധ്യമല്ല. അത് ഞാൻ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വരുമ്പോ ആ ഭാഗത്ത് ഞാൻ ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടും. അപ്പൊ ആന്റി ക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില സംഭവങ്ങൾ. ഒന്ന്, കോമൺ ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ഒരു ഏകീകൃത ഭാഷ. മലയാളത്തിൽ പറയുമ്പോൾ ഏകീകൃത ഭാഷ, അത് ഇംഗ്ലീഷ് ആയിരിക്കും. രണ്ട്, ഏകീകൃത കറൻസി, അത് യൂറോ ആയിരിക്കും. മൂന്ന്, ഒരു ഏകീകൃത സംസ്കാരം, ഒരൊറ്റ സംസ്കാരം. ആ സംസ്കാരം ഹെലനിസ്റ്റിക്, യവനായ ഗ്രീക്ക് ഭാഷയുടെ സംസ്കാരമായിരിക്കും. അടുത്തത് ഏകീകൃത മുദ്ര. അങ്ങനെ 4 കാര്യങ്ങൾ കോമൺ ആയി സംഭവിക്കും ആന്റിക്രൈസ്റ്റിന്റെ പ്രത്യക്ഷതയിൽ. അത് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാം എന്തെന്നറിയാമോ? ആന്റിക്രൈസ്റ്റ് 7 വർഷത്തെ ഭരണകാലമാണ് ആന്റിക്രൈസ്റ്റ്. അതിൽ 3.5 വർഷം വെച്ച് 2 പാർട്ടായിട്ടാണ് ട്രിബുലേഷൻ പീരീഡിനെ നമുക്ക് തിരിക്കുവാൻ കഴിയുന്നത്. 1260 ദിവസങ്ങൾ അഥവാ 42 മാസങ്ങൾ അടങ്ങുന്ന 2 ഭാഗം. ടോട്ടലി 84 months ആണുള്ളത്. 7 വർഷം എന്ന് പറയുമ്പോൾ 12 7 84, 12 മാസങ്ങൾ വെച്ചുള്ള 7 വർഷക്കാലം. അപ്പോ അതിൽ 42 വർഷം മാസങ്ങൾ വെച്ചുള്ള 3.5 വർഷത്തെ 2 പീരീഡ് ആയിരിക്കും ഈ നവോപദ്രവ കാലഘട്ടം ഇരിക്കുന്നത്. ആരംഭത്തിലെ 3.5 വർഷക്കാലം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ആരംഭത്തിലെ 3.5 വർഷക്കാലം 1260 ദിവസങ്ങൾ അടങ്ങുന്ന 2 പാർട്ട്. ഈ 1260 ദിവസങ്ങൾ അടങ്ങുന്ന 2 പാർട്ട് അഥവാ 42 മാസങ്ങൾ അടങ്ങുന്നതായ 2 പാർട്ട്. 84 months ടോട്ടലി. 7 വർഷം അഥവാ 84 മാസങ്ങളായിരിക്കും ഈ 7 വർഷം എന്ന് പറയുന്നത്. അതിനെ 2 ആയി തിരിച്ചിരിക്കുന്നു. 42 മാസം വെച്ച് 2 ഭാഗമായി തിരിക്കുന്നു. 1260 ദിവസങ്ങൾ വെച്ചുള്ള 2 ഭാഗം. അപ്പൊ അത് നിങ്ങൾ ചോദിക്കും, അതിനങ്ങനെ തെളിവുണ്ടോ? ഈ 42 മാസങ്ങൾ അതാ 3.5 വർഷക്കാലം, അങ്ങനെ ഒരു തെളിവ് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഉണ്ട്, അതിനും തെളിവുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അതിന് തക്കതായ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക. അതിന്റെ 6-ാം വാക്യം. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ സ്ഥലം അവൾ കണ്ടു. 1260 ദിവസം. എത്രയാണ്? 1260 ദിവസം. അതേപോലെ നമ്മള് പതിനൊന്നാം അധ്യായത്തിലും വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. 11-ാം അധ്യായത്തിൽ വായിക്കുന്ന ഭാഗം, ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടും ഉടുത്തുകൊണ്ട്
1260 ദിവസം പ്രവചിക്കും. അപ്പോ അതുകൊണ്ടാണ് 1260 കണക്ക് ഞാൻ പറഞ്ഞത്. രണ്ട് സാക്ഷികൾ യെരുശലേമിൽ വരും. അവർ ആരാണെന്നൊക്കെ വെളിപ്പാട് 11 വരുമ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ എല്ലാം കൂടെ പറയുവാൻ സമയമില്ല. അപ്പൊ 1260 ദിവസം അവർ പ്രവചിക്കും. യെരുശലേമിനെ ജാതികൾ 42 മാസം ചവിട്ടും. ഒരു കാലം, ഇരുകാലം, അരക്കാലം. അതും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലം, ഇരുകാലം, അരക്കാലം. അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ തന്നെ ഒരു വാക്യമാണ്. 12:14. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് ഒരു വലിയ കഴുകിന്റെ 2 ചെറുക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഒരു കാലവും ഇരുകാലവും അരക്കാലവും 3.5 വർഷക്കാലം. അതുകൊണ്ടാണ് 2 പീരീഡ് 3.5 വർഷക്കാലം വെച്ചുള്ള 2 പീരീഡ്, 7 വർഷം 42 മാസം വെച്ചുള്ള 2 പീരീഡ്, 1260 ദിവസം വെച്ചുള്ള 2 പീരീഡ്. ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലം. ആരംഭത്തില് തന്റെ ഭരണത്തിൽ ആദ്യമായി ആന്റി ക്രൈസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏകീകൃത ഭാഷ ഉണ്ടാക്കും. 2, ഏകീകൃതമായ ഒരു കറൻസി, ഒരു നാണയം ഉണ്ടായിരിക്കും. ഏകീകൃതമായ ഒരു സംസ്കാരം ഉണ്ടായിരിക്കും. ഏകീകൃതമായ ഒരു ഭരണകൂടം ഉണ്ടായിരിക്കും. 4 കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അതിനുശേഷമായിട്ട് ഇപ്പോ ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും ഭീകരമായൊരു സംഭവം എന്തെന്നറിയാമോ? യെരുശലേം ആണ് ലോകത്തിലെ ഏറ്റവും ഭീകരമായ വസ്തുത. കാരണം ലോകത്തിലുള്ള 3 മതങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് സിറ്റി ഓഫ് ജെറുസലേം. ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ 3 മതങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് ജെറുസലേം. 1 ഇസ്രായേൽ യഹൂദ മതം, 2 ക്രിസ്ത്യൻ മതം, 3 മൂന്നാമത്തെ റിലീജിയൻ ഇസ്ലാം. യഹൂദന്റെ രാജാവായ ശലോമോനാൽ പണി കഴിക്കപ്പെട്ട ദേവാലയം ഇരിക്കുന്ന സ്ഥലം യെരുശലേം. യഹൂദ, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാന നഗരം യെരുശലേം. അത് യഹൂദനോടുള്ള ബന്ധത്തിൽ അവരുടെ പിതാക്കന്മാരുടെ വാഗ്ദത്ത ദേശം ഇതാണ് ജെറുസലേം. അവരുടെ പിതാക്കന്മാർ ദാവീദിന്റെ കാലം മുതൽ തന്നെ യെരുശലേമായിരുന്നു ഇസ്രായേലിന്റെ തലസ്ഥാന നഗരി. അപ്പോ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ഇന്നും ജെറുസലേം എന്ന പട്ടണമാണ്. യഹൂദ മതത്തിന്റെ സ്ഥിരാകേന്ദ്രം. 2 ക്രിസ്ത്യൻ ചർച്ചിന്റെ സ്ഥിരാകേന്ദ്രം. യെരുശലേമിൽ ബെത്ലഹേമിൽ യേശു ജനിച്ചു. യേശു യെരുശലേമിന് പുറത്ത് കാൽവറി മലമുകളിൽ ക്രിസ്തു യേശു കാൽവറിയിൽ മരിച്ചു. യെരുശലേം എന്ന ദേശത്ത് യേശുവിന്റെ കല്ലറ കിടക്കുന്നു. അപ്പം ക്രിസ്ത്യാനികളുടെ കേന്ദ്ര ബിന്ദു സ്ഥാനം ജെറുസലേം. അടുത്തത് ഇസ്ലാം. അവര് പറയുന്നത് അവരുടെ മുഹമ്മദ് വന്ന് മരിച്ച സ്ഥലമാണ് ജെറുസലേം എന്നാണ്. അതിനാണ് അവരവിടെ അൽ അസ്ക മോസ്ക് ഉണ്ടാക്കി. അൽ അസ്ക മോസ്ക് 1453 തുർക്കി രാജാക്കന്മാർ, ഓട്ടോമൻ എംപയറിലുള്ള തുർക്കി രാജാക്കന്മാർ അവർ ജെറുസലേം പട്ടണം കീഴടക്കിയപ്പോൾ അന്ന് അവിടെ നിലനിന്നിരുന്നതായ, അന്ന് യെരുശലേം ദേവാലയമൊന്നും ഇല്ല, അതെല്ലാം ഇടിച്ച് നശിപ്പിച്ച് കംപ്ലീറ്റ് ടൈറ്റസ് കൈസർ നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. യെരുശലേം പട്ടണം കീഴടക്കി കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു?
ശലോമോൻ രാജാവിനാൽ പണിയപ്പെട്ട ദേവാലയം ഇരുന്ന സ്ഥലത്താണ് ഇന്ന് നിലനിൽക്കുന്ന അൽ അസ്ക മോസ്ക് നിലനിൽക്കുന്നത്. അൽ അസ്ക മോസ്ക് നിലനിൽക്കുന്നത് യെരുശലേം ദേവാലയത്തിന് ശലോമോൻ അടിസ്ഥാനമിടപ്പെട്ട സ്ഥലമാണ് എന്നാണ് യഹൂദന്മാർ പറയുന്നത്. അപ്പോ മൂന്ന് മതങ്ങൾ, കേന്ദ്ര മതങ്ങൾ, ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മൂന്ന് ഇസങ്ങൾ, ഒന്ന് ജൂഡായിസം, രണ്ട് ക്രിസ്ത്യാനിസം, മൂന്ന് ഇസ്ലാമിസം. ഈ മൂന്ന് ഇസങ്ങളുടെയും കേന്ദ്രബിന്ദു സ്ഥാനമായ യെരുശലേം. ഈ യെരുശലേമിനെ ആര് കീഴടക്കുന്നോ അവൻ ലോകരാജ്യങ്ങളെ ഭരിക്കുമെന്നാണ് ചരിത്രം നമ്മളെ മനസ്സിലാക്കുവാൻ കഴിയും. യെരുശലേമിനെ ആര് കീഴടക്കുന്നോ അവൻ ലോകരാജ്യങ്ങളെ ഭരിക്കും. അങ്ങനെ വരുമ്പോ ഈ ആന്റിക്രൈസ്റ്റ് യൂറോപ്യൻ കോമൺവെൽത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റായി അവതരിക്കപ്പെടുകയും അതിനുശേഷമായി യൂറോപ്യൻ കോമൺവെൽത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റായ ആന്റിക്രൈസ്റ്റ് തന്റെ അധികാരത്തോടുകൂടി ജെറുസലേമിലേക്ക് വരികയും ഏറ്റവും വിവാദ വിഷയമായിരിക്കുന്ന യഹൂദന്റെ ദേവാലയം പണിയാനുള്ള ഒരു സഖ്യത ഉണ്ടാക്കി. 7 years treaty between Jews and Antichrist. യഹൂദന്മാരും ആന്റിക്രൈസ്റ്റുമായി 7 വർഷത്തെ സഖ്യത ഉണ്ടാക്കും. എന്തിനാണെന്നറിയാമോ? ഫോർ റീബിൽഡിംഗ് ദ ടെമ്പിൾ ഓഫ് ജെറുസലേം. അതേപോലെ തന്നെ ആന്റിക്രൈസ്റ്റ് അറേബ്യൻ രാജ്യങ്ങളുമായി ഇതേപോലെ തന്നെ ഒരു 7 വർഷത്തെ സഖ്യത ഉണ്ടാക്കും. അറേബ്യൻ രാജ്യങ്ങളുമാണ്, മുസ്ലിം രാജ്യങ്ങളുമാണ്. എന്തിനു വേണ്ടി? ഫോർ റീബിൽഡിംഗ് ദ ടെമ്പിൾ, ദി അൽ അസ്ക മോസ്ക്. യഹൂദന്മാർ പറയുന്നത് we will demolish the Al Aqsa Mosque and we will rebuild the temple of Jerusalem. കാരണം ശലോമോൻ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട യെരുശലേമിന്റെ ശിലാസ്ഥാപനം, യെരുശലേം ദേവാലയത്തിന്റെ അടിസ്ഥാന ശില ഇട്ട സ്ഥലത്താണ് ഈ അൽ അസ്ക മോസ്ക് നിൽക്കുന്നതെന്നാണ് യഹൂദന്മാർ പറയുന്നത്. അതുകൊണ്ട് അവര് പറയുന്നു we will demolish the Al Aqsa Mosque and we will rebuild the temple of Jerusalem. ആ വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം യഹൂദന് തന്റെ ദേവാലയം പണിയാൻ വഴിയൊരുക്കപ്പെടണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞല്ലോ, 1-ാം ലോകമഹായുദ്ധം എന്തിനു വേണ്ടി ഉണ്ടായി? വേൾഡ് വാർ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ ജൂസ്. യഹൂദന്മാർക്ക് വേണ്ടി 1-ാം ലോകമഹായുദ്ധം ഉണ്ടായത്. 1-ാം ലോകമഹായുദ്ധം തീരുന്നതിന് മുമ്പ് 1918 സയോണിസ്റ്റ് മൂവ്മെന്റ് ആരംഭിച്ചു. 1-ാം ലോകമഹായുദ്ധം 1919 അവസാനിക്കുന്നു. 2-ാം ലോകമഹായുദ്ധം 39-45 വരെ നടന്നു. അതും എന്തിനു വേണ്ടിയായിരുന്നു? 45-ലെ 2-ാം ലോകമഹായുദ്ധം അവസാനിച്ചു. 1948 യഹൂദന് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടു. 1878 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഈ 2 ലോകരാജ്യ യുദ്ധങ്ങളും 2 വേൾഡ് വാറുകൾ സംഭവിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാ. ഇസ്രായേൽ, ദ കിങ്ഡം ഓഫ് ജൂസ്, യഹൂദന്മാരുടെ രാജ്യം സ്ഥാപിക്കാൻ. അപ്പോ യെരുശലേമിൽ ഇനി വരാൻ പോകുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിലവിൽ. അതിനല്പം വെടിനിർത്തലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെയും കാരണം എന്താണ്? ഈ ദേവാലയം ഉണ്ടാക്കുക എന്നുള്ള യഹൂദന്റെ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി യൂറോപ്യൻ
ട്രിബ്യൂണിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആകുവാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ട് യെരുശലേമിൽ വരികയും അവരോട് പറയും, ഞാൻ ഈ ആലയം പണിയാൻ നമുക്കൊരു ട്രീറ്റി ഉണ്ടാക്കാം, ഒരു സഖ്യത ഉണ്ടാക്കാം. അങ്ങനെ 7 വർഷത്തെ ട്രീറ്റി അവർക്കുമായി ഉണ്ടാക്കിയിട്ട് ഈ 7 വർഷത്തിനുള്ളിൽ ദേവാലയം സ്ഥാപിക്കും. ആദ്യത്തെ 3.5 വർഷം തീരുന്നതിന് 45 ദിവസങ്ങൾക്ക് മുമ്പ്, ആദ്യത്തെ 3.5 വർഷം തീരുന്നതിന് 45 ദിവസങ്ങൾക്ക് മുമ്പ് യെരുശലേം ദേവാലയം പൂർത്തീകരിക്കും. യെരുശലേം ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം താൻ പൂജാ വിഷയം എന്നോ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അത്. 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം 2 തെസ്സലോനിയൻസിലെ ഒരു പ്രത്യേക വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച്, ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ആയിരിക്കും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് പൂജാവിഷയം എന്നോ സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന നേതാവായിരിക്കും ആന്റിക്രൈസ്റ്റ്. ആരംഭത്തിൽ യഹൂദന്റെ വിചാരം, യഹൂദൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്? തങ്ങളെ രക്ഷിപ്പാനായി വന്നിരിക്കുന്ന നേതാവാണല്ലോ ആന്റിക്രൈസ്റ്റ്, അവനെ അങ്ങ് വിശ്വസിക്കും. കംപ്ലീറ്റ്ലി ദേ വിൽ ട്രസ്റ്റ് ഇൻ ആന്റിക്രൈസ്റ്റ്. എന്നാ ദേവാലയം പണിത് പൂർത്തീകരിക്കുമ്പോ 45 ദിവസം മുമ്പ് ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ ആന്റിക്രൈസ്റ്റ് ഒരു പ്രതിമ ഉണ്ടാക്കി ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ബുദ്ധിയുള്ളവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ എന്ന് ദാനിയേൽ പറഞ്ഞ പ്രവചനം നിറവേറി വരും. ആമേൻ. അപ്പോ ആരംഭത്തിലെ 3.5 വർഷക്കാലം യഹൂദനോട് വളരെ രമ്യമായി ഇടപെടുന്ന ഒരു നേതാവായിരിക്കും ആന്റിക്രൈസ്റ്റ്. യഹൂദന്റെ ദേവാലയം പണിയാൻ അവരുടെ കൂടെ നിൽക്കും. അറബി ആൾക്കാർക്ക് വേണ്ടി, അറബിയ മുസ്ലിംസിന് വേണ്ടി, അറേബ്യൻ നേഷൻസിന് വേണ്ടി അവരോടും പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മോസ്ക് പണിത് തരാം എന്ന് പറഞ്ഞ് അലാസ്ക മോസ്കും അതേപോലെ തന്നെ ജെറുസലേം ദേവാലയവും ഒരുപോലെ പണിയപ്പെടും. ഒരു സൈഡിൽ അലാസ്ക മോസ്കും, ഇപ്പുറത്തെ സൈഡിൽ ജെറുസലേമിന് വേണ്ടി ദേവാലയം പണിയപ്പെടും, യഹൂദന് വേണ്ടി. അങ്ങനെ ദേവാലയ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ, ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ പ്രതിഷ്ഠാദിനത്തിൽ ആന്റിക്രൈസ്റ്റിന്റെ ഒരു ബിംബം ഉണ്ടാക്കി, ഒരു പ്രതിമയുണ്ടാക്കി ദേവാലയത്തിൽ വെക്കും. അതെച്ച് പറയും, ഐ ആം ഗോഡ്, ഞാൻ ദൈവമാകുന്നു, എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളെ മുഴുവൻ അവന്റെ ഒരു കൊടിക്കീഴിൽ അവൻ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ പഴയ നിയമത്തിലെ ചില പ്രവാചകന്മാർ 2 സാക്ഷികൾ 11-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 2 സാക്ഷികൾ, അവർ മ്ലേച്ഛമായ വിഗ്രഹത്തെ, നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഭാഗം ഞാൻ എടുക്കുകയാണ്. ദാനിയേലിന്റെ പ്രവചനത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടിരുന്നു. ദാനിയേൽ 9-ാം അധ്യായത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ ഹോമയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. ശ്രദ്ധിക്കണേ, ആരംഭത്തിലെ 3.5
3.5 വർഷക്കാലം കൊണ്ട് യെരൂശലേമിൽ ദേവാലയം പണിയുകയും യഹൂദന്റെ യാഗകർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തലാക്കി. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വെളിപ്പെട്ടു വരും. കർത്താവ് പറയുന്നൊരു വെളിപ്പാടുണ്ട്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ഒരു വെളിപ്പാട് കർത്താവ് പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു വെളിപ്പാടുണ്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 24-ാം അധ്യായത്തിലുണ്ട്. 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദി അബോമിനേഷൻ ഓഫ് ദ ഡെസലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുക്കുന്നത്. ദി അബോമിനേഷൻ ഓഫ് ദ ഡെസലേഷൻ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. ആരംഭത്തിലെ തന്റെ 3.5 വർഷത്തെ ഭരണകാലത്തിൽ യഹൂദന്മാരോടും ഇസ്ലാമിക ജനങ്ങളോടും ഒരുപോലെ വളരെ രമ്യമായി താൻ ഇടപെടുകയും ഇസ്ലാമിന് വേണ്ടി ഒരു ഭാഗത്ത് അൽ അക്സ മോസ്ക് പണിത് തീർക്കുകയും യഹൂദ ജാതികൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് ജെറുസലേം ദേവാലയം പണിത് തീർക്കുകയും ചെയ്യും. അങ്ങനെ ദേവാലയ പ്രതിഷ്ഠ നടക്കുന്ന അന്ന് പകൽക്കാലം ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റിന്റെ ഒരു സ്വർണബിംബം യെരൂശലേം ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കും. എന്നുവെച്ചാൽ അദ്ദേഹം പറയും, ഞാൻ ദൈവമാകുന്നു. ഓൾ ദ വേൾഡ് ഷുഡ് ഹാവ് ടു വർഷിപ്പ് മീ. സകല ലോകരാജ്യങ്ങളും എന്നെ നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് ദേവാലയത്തിൽ കടന്നു നിൽക്കും. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വെളിപ്പെട്ടു വരുമ്പോൾ 11-ാം അധ്യായത്തിൽ വെളിപ്പെട്ടു വരുവാൻ പോകുന്ന 2 സാക്ഷികൾ, 1 മോശയും 2 ഏലിയാവും. ഇവർ 2 പ്രവാചകന്മാർ യെരൂശലേമിലേക്ക് ദേവാലയത്തിനുള്ളിലേക്ക് കയറിക്കൊണ്ടവർ ഇങ്ങനെ വിളിച്ചു പറയും, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ ബുദ്ധിയുള്ളവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി ക്രൈസ്റ്റിനെതിരായി ജനത്തെ ഉത്ബോധിപ്പിക്കുവാൻ തുടങ്ങും. പ്രവചനങ്ങൾ ജനത്തെ ധരിപ്പിക്കുവാൻ തുടങ്ങും. പ്രവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാകും, നമ്മുടെ വിശ്വാസം തെറ്റിപ്പോയി, നമ്മൾ വിശ്വസിച്ചവൻ യഥാർത്ഥ മശിഹ അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിലവിളിക്കുവാൻ തുടങ്ങും. അടുത്ത 3.5 വർഷം ഇസ്രായേലിന്റെ മഹാ കഷ്ടകാലമായിരിക്കും. അടുത്ത 3.5 വർഷക്കാലം ആരംഭത്തിലെ 3.5 വർഷം കൊണ്ട് യെരൂശലേം ദേവാലയം പണിയും, അതേപോലെ തന്നെ അൽ അക്സ മോസ്കും പണിയും ആന്റി ക്രൈസ്റ്റിന്റെ നേതൃത്വത്തിൽ. ഈ 2 കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ആരംഭത്തിലെ 3.5 വർഷം തീരുന്നതിന് 45 ദിവസം മുമ്പ് യെരൂശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടക്കും. പ്രതിഷ്ഠാകർമ്മം നടക്കുമ്പോൾ ലോകരാജ്യങ്ങളിലെ സകല നേതാക്കന്മാരും യെരൂശലേമിൽ വന്നുകൂടും. ഇവരെല്ലാവരും ഒരുപോലെ യെരൂശലേമിൽ വന്നുകൂടുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ സ്വർണബിംബത്തെ യെരൂശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയും ആന്റി ക്രൈസ്റ്റ് അവിടെ നിന്നുകൊണ്ട് ശക്തമായ ഒരു പ്രസംഗം പ്രസംഗിക്കും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയും, ഞാൻ ദൈവമാകുന്നു. ഓൾ ദ വേൾഡ് ഷുഡ് ഹാവ് ടു വർഷിപ്പ് മീ. സകല ലോകരാജ്യങ്ങളിലും എന്നെ നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് തന്റെ ശബ്ദം ഉയർത്തി പ്രസംഗിക്കുവാൻ തുടങ്ങും. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രവാചക വര്യന്മാരായ മോശയും, പഴയ നിയമത്തിന്റെ പ്രതിനിധിയായ മോശ, ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായ മോശ, 2 രാജാക്കന്മാരുടെ ഭരണകാലത്തിന്റെ പ്രതിനിധിയായ ഏലിയാവ്, ഇവർ 2 പേരും യെരൂശലേം ദേവാലയത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുകയും അവർ നിന്നുകൊണ്ട് ആന്റി ക്രൈസ്റ്റിനെതിരായി ശക്തമായ ഘോര ശബ്ദങ്ങളോടുകൂടി പഴയ നിയമ പ്രബോധനങ്ങളെ എടുത്തുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായി ജനത്തെ ആന്റി ക്രൈസ്റ്റിന് വിപരീതമായി എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ
ആന്റി ക്രൈസ്റ്റിനെതിരായി ജനം തിരിയും. ജനം തിരിഞ്ഞു കഴിയുമ്പോൾ ആന്റി ക്രൈസ്റ്റ് ഈ പ്രവാചകന്മാരെ രണ്ടുപേരെയും കൊല്ലുകയും അവരുടെ ഡെഡ് ബോഡി യെരുശലേം തെരുവീതിയിൽ 3.5 ദിവസക്കാലം കിടക്കും. ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ആന്റി ക്രൈസ്റ്റ് 2 പ്രവാചകന്മാരെ കൊല്ലും. ഞാൻ മോശെ എലിയാവെന്ന് പറയാൻ കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം മതി അത് തെളിയിക്കാൻ, വേറെ എങ്ങും പോകണ്ട. 11-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ ഈ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു 2 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സംശയം ദൂരീകരിക്കാൻ പറയുക. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആയിരിക്കും. ആര്? ഈ 2 സാക്ഷികൾ. അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ മരിക്കേണ്ടി വരും. അടുത്തത്, അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അധികാരം അവർക്കുണ്ട്. 1, മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ച 3.5 വർഷക്കാലം ആകാശം അടച്ചു കളഞ്ഞ ഏക പ്രവാചകനെ പഴയ നിയമത്തിലുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഏലിയ പ്രവാചകൻ. ആകാശം അടച്ചു കളയുവാൻ അധികാരം അവർക്കുണ്ട്. 2, വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകലവിധ ബാധകൾ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കിയവരും 10 ബാധകൾ കൊണ്ട് മിസ്രൈം ജനത്തെ പീഡിപ്പിച്ചവനുമായ ഏക പ്രവാചകനെ ഇസ്രായേലിനുള്ളൂ. അവന്റെ പേരാണ് മോശ. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ശരി, ദൈവവചനം പഠിപ്പിക്കുന്നു 2 പ്രവാചകന്മാർ യെരുശലേം ദേവാലയത്തിൽ കടന്നു നിൽക്കുകയും അവർ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന അന്ന് പകൽക്കാലം അവർ ദേവാലയത്തിൽ വന്നുകൊണ്ട് അവർ പ്രവചിക്കും. ഇസ്രായേൽ ജനത്തെ ആന്റി ക്രൈസ്റ്റിനുള്ള ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി അവർ വെളിപ്പെട്ടു വരും. അവർ വരുന്ന 1260 ദിവസങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രവചനം നടത്തിക്കൊണ്ടിരിക്കും. ആരായിരിക്കും എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ആകാശം അടയ്ക്കുവാൻ തക്കവണ്ണം അധികാരമുള്ളവൻ. അതാരായിരുന്നു? അഹാബ് രാജാവിന്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ ജീവിച്ചിരുന്നവനായ തിർഷ്യയിൽ നിന്നുള്ള തിർഷ്യനായ ഏലിയാവ്. യാക്കോബ് പറയുന്നു 3.5 വർഷക്കാലം മഴ പെയ്തില്ല. കണ്ടിൽ ഞാൻ പറഞ്ഞല്ലാതെ ഭൂമിയിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞ ഏക പ്രവാചകൻ ഏലിയാവ്. 2, ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധകൾ കൊണ്ടും ലോകത്തെ ബാധിക്കാൻ അധികാരമുള്ളവൻ, രക്തം വെള്ളമാക്കിയവൻ. അതാരെന്നറിയോ? മോശ. മോസസ് ദ പ്രോഫറ്റ് ഓഫ് ദി ലോ, ന്യായപ്രമാണ യുഗത്തിലെ പ്രവാചകൻ. ഇനി തെളിവ് ഞാൻ തരാം. മറുരൂപമലയിൽ യേശുവിനോട് സംസാരിച്ച 2 വിശുദ്ധന്മാർ, മത്തായി 17-ാം അധ്യായം, മർക്കോസ് ലൂക്കോസില് 3 ഭാഗങ്ങൾ ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. നമ്മളൊന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു കേൾപ്പിക്കാം. മത്തായി സുവിശേഷം മറുരൂപമലയിൽ യേശു നിൽക്കുന്ന ഭാഗം അവിടെ വായിക്കുന്നു. നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഇതേ ഭാഗം ലൂക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതേ ഭാഗം മർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ?
അതുകൊണ്ടാണ് മോശയും ഏലിയാവും ആയിരിക്കും ഞാൻ പറഞ്ഞതിന്റെ കാര്യം. മത്തായി 17:4 മുതൽ ആ 7 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ പറയുന്നു, ഞങ്ങളിവിടെ 3 കുടിലുണ്ടാക്കാം, 1 നിനക്ക്, 2 ഏലിയാവിന്, 3 മോശയ്ക്ക്. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒറ്റ വാക്യം മതി ഇത് മോശ ഏലിയാവെന്ന് തെളിയിക്കാൻ, വേറെ ഒന്നും വേണ്ട. അവർക്ക് ആകാശം അടച്ചു കളയുവാൻ അധികാരമുണ്ട്. അവരുടെ പ്രവചന കാലങ്ങളിൽ ആകാശം അടച്ചു കളയുവാൻ അധികാരമുള്ളവൻ. ഇസ്രായേലിൽ ആകാശത്തെ മഴ പെയ്യാതെ വണ്ണം അടച്ച ഏക പ്രവാചകൻ ഏലിയാവാ. 2, അവരുടെ ഭരണകാലത്ത് രക്തത്തെ വെള്ളം രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെ സകലവിധ ബാധകൾ കൊണ്ടും ലോകത്തെ ദണ്ഡിപ്പിക്കുവാൻ അവർക്ക് അധികാരമുണ്ടായിരിക്കും. ഈ അധികാരം ഉണ്ടായിരുന്ന മോശയ്ക്ക്. ഇവർ രണ്ടുപേരും യെരുശലേം ദേവാലയത്തിൽ വെളിപ്പെടുകയും 1260 ദിവസക്കാലം അവർ പ്രവചിക്കുകയും ചെയ്യും. ഇവരെ ആന്റിക്രൈസ്റ്റ് കൊന്നുകഴിഞ്ഞ് അവരുടെ ഡെഡ് ബോഡി 3.5 ദിവസക്കാലം ഭൂമിയിൽ കിടക്കും യെരുശലേമിൽ. അതും ഒരുപാട് പുസ്തകത്തിലുണ്ട്. ഭൂമിയിലുള്ള സകല ഭാഷക്കാരും ജാതിക്കാളും വംശങ്ങളും അവരുടെ ശരീരം 3.5 ദിവസക്കാലം കാണും. എങ്ങനെ കാണും? ആ കാലഘട്ടത്തിൽ ഈ പ്രവചനം നടക്കുമ്പോൾ ടിവിയോ ഇന്റർനെറ്റോ മാധ്യമങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഇവിടെ പുസ്തകം പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സകല വെളിപാട് പുസ്തകം പറയുന്നത് മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ശ്രദ്ധിക്കണേ, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ തെരുവീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതികളും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിക്കും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ ജീവശാസ്ത്രം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരശരായി തീരും. എന്നിട്ട് അവരോട് കർത്താവ് പറയും, ഇവിടെ കയറി വരുവീൻ. അവർ സ്വർഗത്തിലേക്ക് എടുക്കണം. ഇതാണ് ആരംഭത്തിലെ 3.5 വർഷത്തിന്റെ സംഭവങ്ങൾ. ഈ 3.5 വർഷങ്ങൾ കഴിഞ്ഞ് യഹൂദരോടുള്ള നിയമം കഠിനമാക്കും. അതാണ് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ അവൻ നിയമങ്ങൾ കഠിനമാക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛതകളെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. 2ാം ഭാഗത്തെ ആന്റിക്രൈസ്റ്റിന്റെ 2ാം ഭാഗത്തെ ഭരണം, അതാ അവസാനത്തെ 3.5 വർഷക്കാലം 666 എന്നുള്ള സംഖ്യ ഇമ്പോസ് ചെയ്യും. ഈ 666 ആർക്കും വാങ്ങുവാനും ആർക്കും കൊടുക്കുവാനും വാങ്ങുവാനും കഴിയാത്തതാണ്. ഭയങ്കരമായ സംഭവങ്ങൾ നടക്കും. ഇതൊക്കെയാണ് വെളിപ്പാട് 5, 6, 7, 8 ഇങ്ങനെയുള്ള അധ്യായങ്ങളിൽ സംഭവിക്കുന്ന സംഭവം. അപ്പൊ ഞാൻ ഈ ഭാഗം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ ഓർമ്മിച്ചല്ലോ, ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലം 2 ഘട്ടം, 3.5 വർഷക്കാലം, അതോ 42 മാസം, 1260 ദിവസം വെച്ചുള്ള 2 കാലഘട്ടം. ആരംഭത്തില് 1260 ദിവസം അഥവാ 42 മാസം യഹൂദനോട് വളരെ രമ്യമായ ഇടപെടൽ, മുസ്ലിം ജനങ്ങളോട് വളരെ രമ്യമായ ഇടപെടൽ. ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഭരണാധികാരിയായി ആന്റിക്രൈസ്റ്റ് വിളിക്കുന്നത്. അതിനുശേഷം
യെരുശലേമിൽ ഇരുന്നു കൊണ്ട് യെരുശലേം ദേവാലയവും ഇസ്ലാമിന് വേണ്ടി അവരുടെ അൽ-അഖ്സ മോസ്കും ഒരുപോലെ പണിയും. യെരുശലേം ദേവാലയം പ്രതിഷ്ഠിക്കാൻ സകല ലോക നേതാക്കന്മാരും വെളിപ്പെട്ടു വരുമ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ മധ്യത്തിൽ ആന്റിക്രൈസ്റ്റിന്റെ സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി. ബാബിലോണിൽ നെബൂഖദ്നേസർ സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കിയതുപോലെ ആന്റിക്രൈസ്റ്റിന്റെ സ്വർണ്ണബിംബം യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. അപ്പോ പ്രവാചകനായ ദാനിയേൽ പറഞ്ഞ പ്രവചനം നിവൃത്തിയാകും. മ്ലേച്ഛമാക്കുന്ന ശൂന്യത ദേവാലയത്തിൽ വെളിപ്പെടുമ്പോൾ ബുദ്ധിയുള്ളവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് കരുതിക്കൊള്ളട്ടെ എന്ന് കർത്താവ് പറഞ്ഞ അരുളപ്പാടിന്റെ നിറവേറൽ അപ്പോൾ സംഭവിക്കും. അന്ന് മുതൽ യെരുശലേമിൽ 1260 ദിവസക്കാലം പ്രവാചകന്മാരായ മോശയും പ്രവാചകനായ ഏലിയാവും പ്രവചിക്കും. അവരെ ആന്റിക്രൈസ്റ്റ് കൊല്ലും. അവരുടെ ഡെഡ് ബോഡി 3.5 വർഷക്കാലം യെരുശലേമിന്റെ തെരുവീതിയിൽ കിടക്കും. സകല ഭൂവാസികളും അവരുടെ ഡെഡ് ബോഡി കാണും. ത്രൂ ഇന്റർനെറ്റ് മീഡിയ, ത്രൂ TV മീഡിയാസ്. സകല ഇപ്പം യെരുശലേമിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പുറപ്പാടുകൾ നമ്മൾ നേരിട്ട് നമുക്ക് നമ്മുടെ TV നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് കാണുവാൻ കഴിയുന്നത് പോലെ ലോകത്തിൽ സംഭവിക്കുന്ന സകല സംഭവങ്ങളും സകല ലോകരാജ്യങ്ങളും കാണും. അങ്ങനെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആന്റിക്രൈസ്റ്റ് ഭരണം കഠിനമാക്കും. യഹൂദരുടെ നേരെ ഭയങ്കരമായ പീഡ അഴിച്ചു. അങ്ങനെ പീഡകളിൽ കൂടെ കടന്നു പോകുന്ന ജനം. രണ്ടാമത്തെ പാട്ടിനെ കുറിച്ച് കർത്താവിനെ വെച്ചാൽ മണ്ടയിലെ ലൈവ് സ്ട്രീമിൽ സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ കൃപ ശരണപ്പെടുന്നു. ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലം ആരംഭിക്കുന്നതിന് മുമ്പേ ഒരൊറ്റ വാക്കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലം ആരംഭിക്കുന്നതിന് മുമ്പേ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പനയായ വിശുദ്ധ സ്നാനം സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. അങ്ങനെ മുമ്പോട്ട് പോകുമെങ്കിൽ നിങ്ങൾക്ക് ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലത്തിൽ നിന്ന് പ്രവേശിക്കാതെ കർത്താവിന്റെ ദൈവസഭയിലെ മെമ്പറായി മുമ്പോട്ട് പോകുവാൻ കഴിയും. If you are accepting Jesus Christ as your Savior and completing the commandment of Jesus Christ and leading a holy life in your life, then you will not be entering the period of Antichrist. And you will be rapturing with the Holy Church of Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസഭയോടുകൂടെ നിങ്ങൾക്ക് എടുക്കപ്പെടുവാനിടയാണ്. ആകയാൽ ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ദിസ് ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. ദിസ് ഈസ് ദ ഡേ ഓഫ് സാൽവേഷൻ. അക്സെപ്റ്റ് Jesus Christ as your personal Savior and lead a life of holy life and be the member of Church of Christ. കർത്താവിന്റെ സഭ എടുക്കപ്പെടുമ്പോൾ നിങ്ങളും ദൈവസഭയോടുകൂടി എടുക്കപ്പെടുക. കർത്താവിനെയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയിൽ ഞാൻ ലൈവ് സ്ട്രീമിനോട് അവസാനം. Let Almighty God give you all the blessings. ഈ കർത്താവേ, നിന്റെ ദിനത്തെ രാത്രി യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ആന്റിക്രൈസ്റ്റിന്റെ ഭരണകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവസഭയോടുകൂടി എടുക്കപ്പെടണം. ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ട യേശു കർത്താവിന്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനമേറ്റ വിശുദ്ധിയിൽ തന്റെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ച് ദൈവസഭയോടുകൂടെ ആകാശങ്ങളിൽ എടുക്കപ്പെടുവാൻ കേൾവിക്കാരെല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അതിനായി ജനത്തെ സമർപ്പിക്കുന്നു. ദിസ് ഈസ് പാസ്റ്റർ സണ്ണി കെ തോമസ് signing off from Changanur, and we will meet on Monday with the class of the last period of the Great Tribulation period. Let Almighty God give you blessings. Amen, amen, amen. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.